മുഖ്യമന്ത്രി വയനാട് കള്ളാടിയിൽ ദുരന്തം നടന്ന സ്ഥലവും ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിച്ചു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. മരിച്ചവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ധനസഹായം. കള്ളാടി ദുരന്ത പശ്ചാത്തലത്തിൽ വയനാട് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. ദുരന്തത്തിൽ ഇരട്ട അന്വേഷണം. മണ്ണിടിച്ചിലുണ്ടായതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുന്നു. ഇറാൻ തെമ്മാടികളാണെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇനി കരാറില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും US-ന്റെ 85 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ IRGC. US ഇറാനിൽ നടത്തിയ പുതിയ വ്യോമാക്രമണങ്ങൾ തികച്ചും അനിവാര്യമായിരുന്നുവെന്ന് നാറ്റോ. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റം ആദ്യം അറിഞ്ഞത് പിണറായി സർക്കാരെന്ന് മുഖ്യമന്ത്രി. ജൂൺ 5 ദേശാഭിമാനി വാർത്ത ഉയർത്തി മുഖ്യമന്ത്രിയുടെ ചോദ്യം. ജൂൺ 5 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? കേരള താൽപര്യം ബലികഴിച്ച് ഒരു തീരുമാനവും എടുക്കില്ലെന്ന് മുഖ്യമന്ത്രി. PSCയിലെ ക്രമക്കേടുകൾ IG അജിത ബീഗം അന്വേഷിക്കും. വിഴിഞ്ഞത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി CPM. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് മുൻകൂർ അറിവ് മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നുവെന്ന് MV ഗോവിന്ദൻ. മംഗലാപുരം സന്ദർശനം ഇതിനുവേണ്ടി. മുൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ടാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് രാകേഷ് പ്രതികരിച്ചതെന്നും ഗോവിന്ദൻ. കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികളെ സഹായിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്ന് ഹൈക്കോടതി. മുൻ സർക്കാരിനേക്കാൾ മോശം നിലപാടെന്നും വിമർശനം. പ്രതി ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നുവെന്നും കോടതി. വിവാദ ഉത്തരവ് ഇറക്കിയ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ നടപടി. ലോകകപ്പിൽ ക്വാർട്ടർ ലൈനപ്പായി അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഫ്രാൻസ് മൊറോക്കോ മത്സരം മറ്റന്നാൾ വെളുപ്പിനെ. ഇംഗ്ലണ്ട് നോർവേയെ നേരിടും. സ്പെയിൻ ക്വാർട്ടറിൽ നേരിടുക ബെൽജിയത്തെ.